ഇനിയോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പറയാൻ പോകുന്നത് ആണ്ട് നേർച്ചയും മുട്ടും വിളിയും ഒക്കെ ഇവിടെ നമ്മൾ പലവരും വിശദീകരിച്ചതാണ്. പേരോട് അതിനെ സംബന്ധിച്ച് മിണ്ടാൻ തയ്യാറാകുന്നില്ല. പണ്ട് മൂപ്പരോട് നമ്മൾ ചോദിച്ചു, മക്കയിൽ ആണ്ട് നേർച്ചയുണ്ടോ? മൂപ്പര് സധൈര്യം മറുപടി പറഞ്ഞു, പിന്നെ ഹജ്ജ് അവിടുത്തെ ആണ്ട് നേർച്ചയല്ലേ, കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പിന്നെ മിനായിൽ ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ കുട്ടികൾക്കും മനപ്പാടമാണ് ആ പൊട്ടൻ ചോദ്യം. അങ്ങനെയൊക്കെ പൊട്ടത്തരം ചോദിച്ചു. നമ്മൾ ഓരോന്നും പറഞ്ഞു. നിങ്ങളുടെ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടും വിളിയോടുകൂടെയുള്ള നേർച്ചയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോ ഇവര് പറഞ്ഞു, നിങ്ങൾ കൊണ്ടോട്ടിയിലെ ആ തോന്നിവാസം കാണിക്കണ്ട, ഭീമാപള്ളിയിലെ തോന്നിവാസം കാണിക്കണ്ട, ഞങ്ങൾ മുട്ടും വിളിക്കും പണ്ടേ എതിരാണ്, ഞങ്ങൾ ഇതൊക്കെ പണ്ടേ എതിർത്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നല്ല വെള്ള ചമയാൻ നോക്കി, തോളൊഴിയാൻ നോക്കുകയുണ്ടായി. ആ സമയത്തതാ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിവരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ കെട്ട് പൊട്ടിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ വലിയ ഹോജയായ ശാലിയാത്തി, ആ ശാലിയാത്തിയുടെ ഫത്വ എടുത്ത് വായിച്ചിട്ട്, അതും നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്നെടുത്ത് വായിച്ചിട്ട്, ചെണ്ടമുട്ട് അനുവദനീയമാണ്, കുഴൽവിളി അനുവദനീയമാണ്, ശാലിയാത്തിയുടെ ഫത്വ വായിച്ചിട്ട് നിങ്ങൾ എന്തേ മിണ്ടാതെ പോകുന്നത്? മറുപടി പറയണം. നിങ്ങൾ കരയുദ്ധമാണെന്ന് പറഞ്ഞാ മതിയോ? പണ്ടേ ഇവിടുന്നൊരു ശരിയായ ആയുധം കൊണ്ടൊരു അങ്ങോട്ടൊന്ന് തന്നിട്ടില്ലേ? എന്തേ അതിനെപ്പറ്റി പറയാത്തത്? ശാലിയാത്തി എന്തിന്റെ പക്ഷക്കാരനാണ്? മുട്ടും വിളി ജായിസാണെന്ന് പറയുന്ന ആളല്ലേ? ചെണ്ടമുട്ട് അനുവദനീയമെന്ന് പറയുന്ന ആളല്ലേ? കുഴൽ വിളി കൊണ്ട് സിയാറത്തിന് പോകാമെന്ന് പറയുന്ന ആളല്ലേ? നിങ്ങളുടെ സുന്നി വോയിസിൽ വന്നതല്ലേ ആ ഫത്വ? വായിക്കണം സുന്നി വോയിസ് നിങ്ങൾ. എന്നിട്ട് രണ്ടാലൊന്ന് പറയണം നിങ്ങൾ. ഒന്നുകിൽ ശാലിയാത്തി പറഞ്ഞത് ശരിയാണ്, അതല്ലെങ്കിൽ അത് കള്ളമാണ്. രണ്ടാലൊന്ന് നിങ്ങൾ വിശദീകരിക്കണം. നിങ്ങൾ വിശദീകരിക്കണം. പരമ്പര ഇങ്ങനെ എണ്ണിയാ പോരാ. ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് കേട്ടോ.